ഇങ്ങനെ വന്ന് അവസാനം ഇങ്ങനത്തെ ഒരു ക്ലിഫ് ഏരിയയിലെത്തി. നമ്മൾ ഈ ഏരിയ മൊത്തം ക്ലിഫുകളാണ്. മറ്റേ തെരണക്കി മൗണ്ടൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ ഭയങ്കര മഞ്ഞല്ല, ഈ എന്താ പറയുക, കോട വന്ന് ഇറങ്ങി, അതിൻ്റെ ഒപ്പം മഴ എല്ലാം കൂടി ഭയങ്കര എന്താ പറയുക, ബാഡ് വെതറായിരുന്നു. കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. ചെറിയ രീതിയിലാണ് മഴ കാണാൻ പറ്റിയുള്ളൂ. ഫോർകാസ്റ്റ് കാര്യമായിട്ട് ചെക്ക് ചെയ്തിരുന്നില്ല. പിന്നെ സഡൻ ട്രിപ്പ് ആയതുകൊണ്ട് ഫോർകാസ്റ്റ് നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബീച്ച്, ഒരു വില്ലേജാണ്. വില്ലേജിൻ്റെ സൈഡിൽ കിലോമീറ്റേഴ്സ് ഇതുണ്ട് കേട്ടോ, മറ്റേ ക്ലിഫാണ്. അതിൻ്റെ സൈഡിലൊരു എന്താ പറയുക, ഒരു വില്ലേജിൻ്റെ സൈഡിൽ ഒരു ബീച്ച് കണ്ടപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇതൊക്കെ വീടുകളാണ്, ഇവരുടെയൊക്കെ ഭാഗ്യം ആലോചിച്ച് നോക്കി. എന്നാലും ഇന്നലെ നമുക്ക് മിസ്സായി പോയ 3 സിസ്റ്റേഴ്സ് എലിഫൻറ്റ് റോക്ക് അതിന്ന് പിടിക്കണം. ഇന്നലെ വേലിയേറ്റം കാരണം കടലിൽ കയറിയപ്പോൾ അങ്ങോട്ട് പോകാൻ പേടിയായിപ്പോയി. ഇന്ന് മഴയുടെ ഈ ഒരു ക്ലൈമറ്റിൽ എങ്ങനെയാണ് അവിടെ നിന്ന് അറിയില്ല. എന്തായാലും റിസ്ക് ഒഴിവാക്കി കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നോക്കാം. നമ്മൾ ഇതുവഴി ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ഇവിടെ അടുത്തൊരു വീട്ടിൽ ഇത് കണ്ടോ, അവരിങ്ങനെ ഒരു ചെറിയ ആൾക്കാരൊന്നുമില്ല കേട്ടോ, മീൻസ് കട പോലെ, പക്ഷെ ആളൊന്നുമില്ല. ഇവരിവിടെ പ്രൈസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവക്കാഡോ ഉണ്ട്, ലൈമുണ്ട്, ക്യാബേജ് ഉണ്ട്, ബ്രൊക്കോളി ഉണ്ട്, അതെന്തത് കുക്കുംബർ ഉണ്ട്, ബീൻസ് ഉണ്ട്, എഗ്ഗുകളുണ്ട്. എല്ലാം ഇത് ഫാമാണ്, ഫാമിൻ്റെ ഒരു എൻട്രൻസ്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഈ സാധനങ്ങൾ എടുക്കും, എന്നിട്ട് പൈസ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇത് പോസിബിൾ ആണോ എന്നറിയില്ല, പക്ഷേ ഇവിടെ ആൾക്കാർ സാധനങ്ങളൊക്കെ എടുക്കും, എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രൈസ് എന്താണോ ആ പ്രൈസ് ആ കാണുന്ന ബക്കറ്റിൽ ഇട്ട് വെക്കും. ഇന്നലെ നമുക്ക് മിസ്സായി പോയി, പക്ഷെ ഇന്നും നമ്മളിത് അടിച്ചിരിക്കും അല്ലേ. ഇന്ന് ക്ലൈമറ്റ് നല്ലതാണ് അല്ലേ. തണുപ്പാണോ? സ്ലിപ്പ് ആവാതിരിക്കാൻ സ്റ്റിക്ക് യൂസ് ചെയ്യണം അല്ലേ. ബ്ലാക്ക് സാൻഡാണ്, വോൾക്കാനിക് എറപ്ഷനിൽ ഉണ്ടായിരിക്കുന്ന ബീച്ചുകളൊക്കെയാണ് ഇവിടെയുള്ള. ലാവ മല കാര്യങ്ങളൊക്കെ വോൾക്കാനിക് എറപ്ഷനിലാണ് ഡെവലപ്പ് ആയിരിക്കുന്നത്. പിന്നെ കൂടുതലും മലയുടെ മുകളിലൊക്കെ ലൈം സ്റ്റോൺസ് ആണ് ഈ കാണുന്ന, ആ കളറിൽ കാണുന്നത്, ഇടയ്ക്ക് വൈറ്റ് കാണുന്നത്, അതൊക്കെ ലൈം സ്റ്റോൺസ് ആണ്. നമ്മൾ ആക്ച്വലി ആ എൻഡിൽ നിന്ന് ആ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ വന്നത്. കുറച്ച് ഭാഗം നമ്മൾ വെള്ളത്തിൽ കൂടെ തന്നെ നടന്നു വരണം, അധികം താഴ്ചയൊന്നുമില്ല. വേലിയേറ്റം ഉള്ളപ്പോൾ, അതായത് ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ഭയങ്കര താഴ്ചയായിരുന്നു. അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് റിട്ടേൺ പോയത്, പക്ഷേ ഇപ്പോൾ ഭയങ്കര സേഫാണ്. ഇതാണ് എലിഫൻറ്റ് റോക്ക്. കറക്റ്റ് എലിഫൻറ്റ് സീലേക്ക് നോക്കി നിൽക്കുന്ന പോലെയുണ്ട്, നോക്കിയിരിക്കുന്ന പോലെ എന്ന് പറയാം ചിലപ്പോൾ. അതിൻ്റെ കറക്റ്റ് ആ ഫ്രണ്ടിൽ കാണുന്ന പോർഷൻ ഒരു തുമ്പിക്കൈ പോലെ. അതിൽ കുറേ ഗുഹകളൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി നമുക്ക് അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ, നാച്ചുറലായിട്ടുണ്ടായിരിക്കുന്ന ഒരു സ്ഥലം. അതുപോലെ അവിടെയും കുറേ ഗുഹയൊക്കെ കാണുന്നുണ്ട്, ലൈം സ്റ്റോണും ആണത്. അവിടെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ടോയെന്ന് അറിയില്ല, സേഫല്ല. അതിൻ്റെ ഈ ഒരു ഷേപ്പിലേക്ക് വരുന്തോറും കുറച്ചും കൂടി ആനലുക്ക് വരുന്നുണ്ടല്ലേ. ബാക്കിനേക്കാളും സൈഡിൽ അടിപൊളിയായിട്ട് ആനലുക്ക് വരുന്നുണ്ട്. ഒരു ഹ്യൂജ് ആന. 1, 2, 3 ഗുഹയുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ. അതെവിടെ വന്നേക്കണം നമ്മള്? എലിഫന്റ് റോക്ക്. ഈ കാണുന്നത് കടലിൽ ഒരു 3 പാറ നിൽക്കുന്നുണ്ട്, അതിന് 3 സിസ്റ്റേഴ്സ് റോക്ക് എന്നാണ് പറയണേ. 1, 2, 3 3 റോക്സ്. പക്ഷെ കരയിൽ ഒരെണ്ണം കൂടി കാണുന്നുണ്ട്, 4 കാണുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് 3 സിസ്റ്റേഴ്സ് റോക്ക് എന്നാണ്. അപ്പോൾ എന്താണോ അങ്ങനെ വന്നത് എനിക്കറിയില്ല. എന്തായാലും നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ കടൽ കയറി ഇടിഞ്ഞ് കുറേ പോന്നിട്ടുണ്ട്, പാറയൊക്കെ ഇടിഞ്ഞ് കുടഞ്ഞ് വീണിട്ടുണ്ട്. പക്ഷെ ഇത് കുറേ നാളുകളായിട്ടുള്ള കേട്ടോ. ഇത് കുറേ ഈ ഒരു ഏരിയ കുറേ ഫോട്ടോസിൻ്റെ, മീൻസ് ഈ കവർ പേജൊക്കെ ആയിട്ട് വരുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ്. ഇതാണ് എലിഫൻറ്റ് റോക്കിൻ്റെ മറ്റേ വശം. പക്ഷേ ഈ സൈഡ് അത്ര എലിഫൻറ്റിൻ്റെ ലുക്കില്ല. പക്ഷേ നമ്മൾ വന്ന സൈഡ്, എൻട്രൻസിൻ്റെ സൈഡ് കറക്റ്റ് എലിഫൻറ്റ് റോക്ക് പോലെ ഉണ്ടായിരുന്നു. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്താടാ, കടൽ നല്ല സ്ട്രോങ് ആണ്. ഈ കടൽ നേരെ പിടിച്ച് പോയി കഴിഞ്ഞാൽ സിഡ്നി, ക്യാൻബറ, അതായത് ഓസ്ട്രേലിയയുടെ ഏത് സൈഡത്, കിഴക്കാണെന്ന് തോന്നുന്നു, ആ സൈഡിലേക്ക് എത്തും. ഇതൊരു റോക്കാണ്. ഇവിടെയൊക്കെ കടൽ കയറും വൈകുന്നേരം ആകുമ്പോൾ. പിന്നെ അതൊരു റോക്കാണ്, അവിടെയൊക്കെ കടൽ കയറും. അവിടെ ഗുഹ കാണുന്നുണ്ട് അറ്റത്ത്, അതൊരു റോക്കാണ്.
പിന്നെ ദാ അവിടെ ഒരു റോക്ക് ഉണ്ട്, അത് നല്ല രസമുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകണമെന്നാണ്, രണ്ടുപേര് പോകുന്നുണ്ട്. അത് കറക്റ്റ് ഒരു കവാടം പോലെ കണ്ടോ, അതിങ്ങനെ റാ പോലെ ഇരുന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ അതിന് വെള്ളം കയറുന്നുണ്ട്. വെള്ളം കയറുന്നു വെള്ളം കയറുന്നുണ്ട്. പിന്നെ ഇതാ 2 റോക്ക്. എനിക്ക് തോന്നുന്നു 3 സിസ്റ്റേഴ്സിൽ ഒരു റോക്ക് പോയി എന്നൊരു ഇതിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയോ കടലിലേക്ക് നിൽക്കുന്ന ഒരു റോക്കും കൂടി ഉണ്ടായിരുന്നിരിക്കണം. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ടാവും. ഒരെണ്ണം പോയി എന്നാണ് ഞാൻ കണ്ടത്. ഒന്നും കേൾക്കുന്നില്ല, കാറ്റ് 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 കാറ്റടിച്ചിട്ട് എന്ത് കാറ്റ്, കണ്ണട വെച്ചിട്ടും കണ്ണിൻ്റെ ഉള്ളിലേക്ക് എന്താണ്ടൊക്കെ പോകുന്നുണ്ട്. കൊടിമരം പോലെ നിൽക്കുന്ന, അതായത് താഴെ ഒന്നുമില്ല, ഇവിടെ കണക്ഷൻസ് ഒന്നുമില്ല, ഈ ഒരു പോർഷൻ മാത്രം ഇങ്ങനെ വന്നേക്കുക. ഇതുപോലെ തന്നെയാണ് ആ കാണുന്ന പാറയും അതിൻ്റെ അപ്പുറത്തുള്ളത്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറിയ പാറയെന്ന് തോന്നുള്ളൂ, പക്ഷെ അടുത്ത് വന്നപ്പോൾ എന്തൊരു ഹൈറ്റ് കണ്ട. അവർ പോകുന്ന ഹൈറ്റും ആ ലേഡി പോകുന്ന ഹൈറ്റും അതിൻ്റെ ഹൈറ്റും കണ്ട. എങ്ങനെ വന്നാലും ഒരു 2-3 നില ഹൈറ്റെങ്കിലും ഉണ്ടാവും. ഒരു ഗുഹ കാണുന്നുണ്ട്, സ്റ്റാൻസി വച്ച് പിടിച്ച് പോകുന്നുണ്ട്. കുഞ്ഞാ ടാറ്റാ, ബൈ. ഞങ്ങൾ പോവാട്ടാ. വലിയ ഗുഹയാണ്, ഇത്രയും വലിയൊരു കുന്നും താഴെ ഒരു ഗുഹയും. ചില സമയത്ത് കാറ്റടിക്കുമ്പോഴേ നിൽക്കാൻ പറ്റണല്ല, നമ്മൾ എടുത്തോണ്ട് പോണു. അപ്പൊ നമ്മള് ധൈര്യപൂർവ്വം ഈ ആനയുടെ കേവില് കയറാണ്. ആനയുടെ കേവിൽ കൂടെ കയറി അപ്പുറത്തേക്ക് എത്താൻ പോകും. ലെറ്റ്സ് ട്രൈ. പേടിക്കണ്ട കേട്ടാ. ആ വെളിച്ചമുണ്ട്, വാടി. ഇറ്റ്സ് വെരി സേഫ്. ഓ മൈ ഗോഡ്, ഭയങ്കര സേഫാണ്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. മുകളിൽ അവർ സിമെന്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞാ, പൊളിഞ്ഞു വീഴാതിരിക്കാൻ. വെള്ളമുണ്ട് ഇവിടെ കൂടി നിൽക്കുന്ന. നീ കേവ് വഴിയാ വന്നേട്ടോ. ഇപ്പൊ ഒരു ധൈര്യം വന്നു കേട്ടോ. നേരത്തെ ഭയങ്കര പേടിയായിരുന്നു, ഇപ്പൊ ആൾക്കാർ കൂടിയപ്പോ നല്ല ധൈര്യമായി. എങ്ങനെയുണ്ട്? നെക്സ്റ്റ് കേവോ? ഇനി കേവില്ല. വെള്ളം പോന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ സക്സസ്ഫുള്ളി എലിഫന്റ് റോക്ക് ആൻഡ് ത്രീ സിസ്റ്റേഴ്സ്. സബ്സ്ക്രൈബ് ഒന്നും വേണ്ടടാ, നീ ഒരു പ്രായമായി കഴിയുമ്പോൾ വീഡിയോ എടുത്ത് കണ്ടാൽ മതി. ഞാനും ഫ്യൂച്ചറിൽ എൻ്റെ വീഡിയോ കാണുന്ന ഞാനേ നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ വന്നപ്പോൾ ഈ നടക്കുന്ന വഴിയൊക്കെ വെള്ളമായിരുന്നു. ഇപ്പോൾ ഇതാ വേലിയിറക്കം കാരണം വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി. ഇതുണ്ടോ, ഇതൊക്കെ വെള്ളമുള്ള സ്ഥലങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ നോ വെള്ളം. ഞങ്ങൾ വന്നത് ഇപ്പോൾ ആൾക്കാരൊക്കെ നടന്നു തന്നെ, നദാനൊക്കെ നടന്നു പോകുന്ന സൈഡിൽ ഞങ്ങൾ വെള്ളത്തിൽ കൂടെ വന്നത്. വെള്ളത്തിൽ കൂടെ കോലും കുത്തി വന്നതാ. പക്ഷെ ഇപ്പോൾ നോ വാട്ടർ. ഞങ്ങൾ വരുന്ന വഴി മലഞ്ചെരുവിൽ ഒരു ചെറിയ വില്ലേജ് കണ്ടു. വില്ലേജിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അത്യാവശ്യത്തിനുള്ള കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ. കുറച്ച് വീടുകളുണ്ട്, പിന്നെ ഫുൾ മലനിരകളാണ്. അതിൻ്റെ ഇടയിലൊക്കെ ഫാംസ് ഉണ്ടാവും. ആ കാണുന്ന ചെറിയ ഡോർ ഇവിടുത്തെ ഫയർ സ്റ്റേഷനാണ്. ഇതൊരു ഇറച്ചിക്കടയാണ്. അതൊരു ബർഗർ ബാർബിക്യൂ ഒക്കെ കിട്ടുന്ന കടയാണ്. അതൊരു മ്യൂസിയം, ആർട്ട് ഗാലറി, അതിൻ്റെ അപ്പുറത്തൊരു ജയില് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷോപ്പും കൂടിയുണ്ട്. അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ട്രിപ്പിലൊക്കെ പോയി വരുമ്പോൾ കാണുന്ന ഒരു ചെറിയ വില്ലേജ്. അതിന് മുകളിലൊക്കെ വീടുണ്ട് കേട്ടോ.